ഫ്ലേവേഴ്സ് ഫ്രം ഹോമിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഞാനിവിടെ ഉണ്ടാക്കുന്നത് ബ്രെഡ് പിസ്സയാണ്. അതിനു വേണ്ടുന്ന ചേരുവകൾ എന്തൊക്കെയാണെന്ന് നോക്കാം. 4 സ്ലൈസ് ബ്രൗൺ ബ്രെഡാണ് ഞാനിവിടെ എടുത്തിരിക്കുന്നത്. വൈറ്റ് ബ്രെഡ് വെച്ചിട്ടും ഉണ്ടാക്കാൻ പറ്റും. കാപ്സിക്കം മഞ്ഞയും പച്ചയും എടുത്തിട്ടുണ്ട്. ഉള്ളി 2 എണ്ണം, തക്കാളി 2 എണ്ണം. പച്ചക്കറികളെല്ലാം ചെറുതായി നുറുക്കി വെക്കണം. എത്ര ചെറുതായി അരിയുന്നോ അത്രയും നല്ലതാണ്. ഇനി നമുക്കൊരു ബൗൾ എടുത്ത് ഇതൊക്കെ മിക്സ് ചെയ്യാം. ഉള്ളി, തക്കാളി, യെല്ലോ കാപ്സിക്കം, ഗ്രീൻ കാപ്സിക്കം, ഇതിലേക്ക് പാകത്തിന് ഉപ്പ് ചേർക്കുക. ഒരു സ്പൂൺ മുളക് പൊടി, രണ്ട് ടീസ്പൂൺ റവ ചേർക്കുക. മൂന്ന് ടീസ്പൂൺ നെയ്യ് ചേർക്കണം. ഇവയെല്ലാം കൂടി ചേർത്ത് നന്നായി മിക്സ് ചെയ്യുക. ഈ റെസിപ്പിയുടെ ചേരുവകളും ഉണ്ടാക്കുന്ന വിധവും താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് പിസ്സ ഉണ്ടാക്കാൻ തുടങ്ങാം. ഒരു സ്ലൈസ് ബ്രെഡ് എടുക്കുക. അതിൻ്റെ മേലെ മിക്സ് ചെയ്ത വെജിറ്റബിൾസ് നന്നായി സ്പ്രെഡ് ചെയ്യുക. വെജിറ്റബിൾ ഇല്ലാത്ത ഭാഗം ആദ്യം തവയിലേക്ക് വെക്കുക. ബ്രെഡ് അല്പം ചൂടായാൽ മറിച്ചിടുക. മറിച്ചിടുമ്പോൾ വെജിറ്റബിൾസ് താഴെ വീഴാതെ സൂക്ഷിക്കണം. പതുക്കെ മറിച്ചിടുക. അത് കഴിഞ്ഞിട്ട് ബ്രെഡ് നന്നായി പ്രസ് ചെയ്ത് കൊടുക്കുക. രണ്ട് മിനിറ്റായി. ഇനി നമുക്കിത് എടുത്തു നോക്കാം. നല്ല ക്രിസ്പായി വന്നിട്ടുണ്ട്. നമ്മുടെ ബ്രെഡ് പിസ്സ ഇവിടെ റെഡിയായി. ബാക്കിയുള്ള ബ്രെഡ് പീസസും ഇതേപോലെ നമുക്ക് ഉണ്ടാക്കിയെടുക്കാം. ചീസ് ഇഷ്ടമുള്ളവർക്ക് ഇതിൻ്റെ മേലെ ചീസ് ഗ്രേറ്റ് ചെയ്തിട്ട് കഴിക്കാവുന്നതാണ്. ഈ റെസിപ്പി എല്ലാവർക്കും ഇഷ്ടമായെങ്കിൽ കമൻറ്റ് ബോക്സിൽ ഞങ്ങളെ എഴുതി അറിയിക്കുക. ഇതേപോലെയുള്ള നല്ല റെസിപ്പികൾക്ക് വേണ്ടി നമ്മുടെ ചാനൽ ഫ്ലേവേഴ്സ് ഫ്രം ഹോം ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്. താങ്ക് യു.